ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാത്രി തേച്ച് കിടക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഇത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടും കരിവാളിപ്പം എല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കം വരാൻ സഹായിക്കുന്ന നല്ലൊരു ക്രീമാണ്. വലിയ വില കൊടുത്തിട്ട് പുറത്തുനിന്ന് ക്രീം വാങ്ങി തേക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ഒന്ന് തേച്ച് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ ബ്രൈഡൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് മുഖത്തേക്ക് യൂസ് ചെയ്യരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യുക. വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്താൽ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടില്ല. അതായത് കുറച്ച് കാലം നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി അതില്ലെങ്കിൽ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയാലും സാരമില്ല. അതൊരു 1/4 ടീസ്പൂണോളം മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു 1/4 ടീസ്പൂൺ, അതായത് ഒരു പിഞ്ചൊക്കെ മതി, അത്രയേ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ടിൻ്റെ ഓയിലാണ്. ആൽമണ്ട് ഓയിലാകുമ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കും പിമ്പിൾസിൻ്റെ ആ ഒരു പ്രശ്നം വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തത്. പിന്നെ വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഈ നമുക്ക് മുഖത്ത് നമ്മളെ ചെറുപ്പം നിലനിർത്താനും സ്കിന്ന് നല്ല ടൈറ്റ് ആവാനും അതേപോലെ തന്നെ മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഒന്നുമില്ലാണ്ട് വെറുതെ ഗ്ലിസറിൻ മാത്രം തേച്ചാലും ഉറങ്ങുന്നതിൻ്റെ മുന്നേ മുഖത്ത് തേച്ചാലും നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഗ്ലിസറിനൊന്നും വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് വാങ്ങി വെക്കുക എന്നാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് സ്കിൻ കെയർ ചെയ്യുന്നവർക്കെല്ലാം. അപ്പോൾ അത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കുറച്ചും കൂടി അലോവേര ജെല്ല് കൂടുതൽ യൂസ് ചെയ്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയെന്നാൽ അതിനനുസരിച്ചിട്ട് അതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വരും. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് താനെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. നിങ്ങൾ ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് പുറത്ത് ഒരു 5-6 ദിവസം ഷെൽഫ് ലൈഫ് ഉണ്ടാവും കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഇതിപ്പോൾ ഒരു 5-6 ദിവസത്തേക്കുള്ള മാത്രമേ ഞാൻ റെഡിയാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ഒരു 5-6 ദിവസത്തിനുള്ള മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് റിസൾട്ട് നോക്കിയതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രാവിലെ കഴുകിയാൽ മതി. ഇതിങ്ങനെ എബ്സോർബായിട്ട് പോയിക്കോളും കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ക്രീമാണ്. ചിലർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മുഖത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ബാക്കി വരുന്നത് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു 3-4 ദിവസമേ പുറത്ത് നിൽക്കൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നന്നായിരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്നറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.